ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കംപ്ലൈൻ്റ് ആയിട്ടുള്ള ലിഗ്രാൻഡിൻ്റെ മൈലിങ്ങിൻ്റെ ഒരു സോക്കറ്റ് 6 ആംസ് സോക്കറ്റ് എന്ത് കാരണത്താലാണ് അത് കംപ്ലൈൻ്റ് ആയതെന്ന് നോക്കാം. നിങ്ങൾ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് നമ്മൾ ടോപ്പ് കണക്ട് ചെയ്യുന്ന ഭാഗമെല്ലാം നല്ല കറുത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് നമുക്കൊരു ടെക്സ്റ്റൈൽ സ്ക്രൂ ഡ്രൈവറുമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇച്ചിരി കഷ്ടപ്പാടൊക്കെ ഉണ്ട് ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ വിചാരിക്കും പോലെ പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇതിൻ്റെ ഓരോ പാർട്സൊക്കെ ഇതിങ്ങനെ ഇളകി മാറി വന്നിട്ടുണ്ട്. നമ്മൾ ഈ കേബിൾ കണക്ട് ചെയ്യുന്ന ഭാഗത്തെ എല്ലാം നമ്മൾ ഓപ്പൺ ചെയ്യാൻ ട്രൈ ചെയ്തപ്പോഴത്തേക്കും അതെല്ലാം ഇളകി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇളകിയിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ ഒരു ഷട്ടറാണ്, നമുക്ക് അറിയാമായിരിക്കും. നമ്മൾ പലപ്പോഴും ഈ സോക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ തെറിച്ചു പോകാറുള്ള സാധനമാണത്. ഓക്കെ ഗൈസ്, നോക്കൂ, നമ്മൾ പ്ലഗ് കണക്ട് ചെയ്യുന്ന സോക്കറ്റിൻ്റെ 2 ടെർമിനലിൻ്റെ ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു? അതിങ്ങനെ ബെൻഡായി അതിനകത്തൊട്ട് ചേർന്നിരിക്കുകയാണ്. ശരിക്കും അത് ഇങ്ങനെ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ പ്ലഗ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രലിലൊരു ചെറിയൊരു ഹോള് ആവുന്ന രീതിയിൽ ഇരിക്കേണ്ടതായിരുന്നു. അത് ശരിക്കും അങ്ങനെ ഇരുന്നിരുന്നെങ്കിൽ ഒരിക്കലും ഈ പ്രോബ്ലം ഒന്നും അവിടെ വരില്ലായിരുന്നു. അപ്പോൾ ഇത് കാരണം അവിടെ വളരെ വലിയ ബുദ്ധിമുട്ടാണ് അവർക്ക് ഉണ്ടായത്. കാരണം ചില ടൈമിൽ കോണ്ടാക്റ്റ് പിടിക്കും. ഇപ്പോൾ ഒരു സിസ്റ്റമാണ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ടാകും. ചില ആൾക്കാർ വന്ന് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും കോണ്ടാക്റ്റ് പിടിക്കും, അവർ ഉപയോഗിക്കും. കുറേ കഴിയുമ്പോഴത്തേക്കും അത് കോണ്ടാക്റ്റ് പിടിക്കാത്ത അവസ്ഥ വരും. അവരൊന്നും കൂടി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ കോണ്ടാക്റ്റ് പിടിക്കുകയാണ് ചെയ്തിരുന്നത്. ഇനി നമുക്ക് ഇതേപോലെ കംപ്ലൈൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റ് ഉണ്ട്. ലിഗ്രാൻഡിൻ്റെ തന്നെ ചെറിയ വ്യത്യാസമുണ്ട്. അതിൻ്റെ ഫ്രണ്ട് ലൈൻ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് അതും കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതും സെയിം അതേ സ്ഥലത്ത് കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഒരു സോക്കറ്റ് തന്നെ ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചതാണ്. അതാണ് അല്പം ഈസി ആയിട്ട് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റിയത്. ഇത് രണ്ടും കൂടി നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ രണ്ടാമത് ഓപ്പൺ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി മറ്റതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്കും വളരെ വ്യത്യാസമുണ്ട്. രണ്ടാമത് ഓപ്പൺ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ലിഗ്രാൻഡിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് ആണ് എന്നും തോന്നുന്ന രീതിയിലാണ് അതിൻ്റെ സംഭവങ്ങളിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ കോണ്ടാക്റ്റ് ടെർമിനലൊക്കെ വളരെ വീക്കാണ്. നമുക്കൊന്ന് ജസ്റ്റ് എങ്ങനെ വേണമെങ്കിലും ബെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇരിക്കുകയാണ്. നമ്മളുടെ 50 രൂപയ്ക്കും 75 രൂപയ്ക്കൊക്കെ വാങ്ങിക്കുന്ന മൾട്ടി പിന്നിന് കണക്കായിട്ടുള്ള ടെർമിനലുകളാണ് അതിനകത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രോബ്ലം. അതായത് ടെർമിനൽ ഇളകിപ്പോയി. ഒരു സോൾഡറിങ് അയൺ ഉപയോഗിച്ചിട്ട് സോൾഡറിങ് ചെയ്ത് കോണ്ടാക്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പോലെയാണ് ഇരിക്കുന്നത്. അതായത് ഒരു റഫ് യൂസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളൊന്നുമില്ല, ഒരാഴ്ചക്കകത്ത് ഇത് കംപ്ലൈൻ്റ് ആവുന്ന രീതിയിലുള്ളൊരു പ്രോഡക്റ്റാണ് ലിഗ്രാൻഡിൻ്റെ ഈ പ്രോഡക്റ്റ്. അപ്പോൾ ലിഗ്രാൻഡ് ആണോ ഇത് ഇറക്കുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് വാങ്ങുമ്പോഴത്തേക്ക് ഇതേപോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനിയുടെ പ്രോഡക്റ്റാണ് വാങ്ങുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് വിപണിയിൽ അവരുടെ തന്നെ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റ് കമ്പനിക്കാർ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളതായിട്ടുള്ള ചാത്തൻ പ്രോഡക്റ്റുകൾ ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പ്രോഡക്റ്റുകൾ വാങ്ങുമ്പോഴത്തേക്കും വളരെ ശ്രദ്ധാപൂർവം തന്നെ പ്രോഡക്റ്റുകൾ തിരഞ്ഞെടുക്കണമെന്നാണ് പറയാനുള്ളത്. ഇവിടെ തന്നെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ ഒറിജിനൽ പ്രോഡക്റ്റാണ് എന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ പ്രോഡക്റ്റിൻ്റെ കോണ്ടാക്റ്റൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടാണ് ടെർമിനലെല്ലാം ഫിക്സ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നല്ല റഫ് യൂസ് വന്നാൽ പോലും അതിന് അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും വരത്തില്ല. അതേപോലെ തന്നെ അതിൻ്റെ മെറ്റീരിയലൊക്കെ നോക്കൂ, വളരെ നല്ല തിക്ക് ഹാർഡ് മെറ്റീരിയലാണ്. അതുപോലെ തന്നെ അത് 2 പാർട്ടൊക്കെ ആയിട്ടാണ് അതിൻ്റെ ഇങ്ങനെ വെൻറ്റ് ക്യാപ്പൊക്കെ പ്രൊവൈഡ് വെച്ചിട്ടുണ്ട്. അതേസമയം നമ്മളുടെ കയ്യിലിരിക്കുന്ന ഈ ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ സംഭവം ചിലപ്പോൾ ഇനി ലിഗ്രാൻഡ് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമില്ല അവരുടെ തന്നെ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധിക്കുക. ഇതിൻ്റെ മെറ്റീരിയൽ വളരെ ലൈറ്റായിട്ടുള്ളതാണ്. ലൈറ്റായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, എൻ്റെ പ്ലാസ്റ്റിക് മെറ്റീരിയലിന് നമ്മളുടെ ആദ്യം ഞാൻ എടുത്തിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ അത്രയും വെയിറ്റ് ഒന്നുമില്ല. അതുപോലെ ഷട്ടറിൻ്റെ ക്വാളിറ്റി ഉൾപ്പെടെ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ പ്ലാസ്റ്റിക് മെറ്റീരിയലിന് ആ ഒരു ക്വാളിറ്റി ഇല്ല, വെയിറ്റ് ഇല്ല. ഇതിൻ്റെ ടെർമിനലിലൊക്കെ വളരെ വീക്കാണ്. അപ്പോൾ നമ്മളിത് ശ്രദ്ധിച്ചോളണം. ഇനി നമ്മൾ ഈ പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രോഡക്റ്റുകൾ ഒറിജിനലാണ് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. പ്രത്യേകിച്ച് ലിഗ്രാൻഡിനെ പോലുള്ള ചില കമ്പനികൾ അവരുടെ പ്രോഡക്റ്റിന് ഗ്യാരണ്ടി നൽകുന്നേ ഇല്ല. അപ്പോൾ ഗൈസ്, നമ്മൾ എന്തായാലും ഇതിനെ രണ്ടിനെയും പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരെണ്ണമെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന രീതിയിലൊന്നാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും അതിന് ചൂസ് ചെയ്യുന്നത് നമ്മളുടെ ലിഗ്രാൻഡിൻ്റെ തന്നെ കമ്പനി പ്രോഡക്റ്റ് ആണ് എന്ന് നമുക്ക് ബോധ്യമായിട്ടുള്ള ആ സോക്കറ്റ് തന്നെ എടുത്തിട്ട് നമുക്ക് അതിനെ സെറ്റ് ചെയ്യാം. നമ്മൾ അല്പം ശരിയാക്കിയ ഒരു സംഭവമാണ്. ഇപ്പോൾ കോൺടാക്റ്റൊക്കെ തിരിക്കും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയമില്ല.
ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഈ സാധനം വെക്കേണ്ടതുണ്ട്. ഇത് വെക്കാനുള്ള രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഗൈസ്, അപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു ചാർജർ എടുത്തിട്ട് 2 ടെർമിനലും കൂടെ കണക്റ്റ് ആവുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്.